ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം ഈവനിങ്ങിന് വെറുതെ അങ്ങനെ കളിക്കുമ്പോൾ വിചാരിച്ചു പൂക്കളിടാന്ന്. എന്ന് വെച്ചാൽ ഓണത്തിനൊക്കെ ജസ്റ്റ് നമ്മളിങ്ങനെ പൂക്കളിടൂലേ, അതേമാതിരി പൂക്കളിടാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പൂ പറിക്കാം. വീട്ടിൽ തന്നെ കുറച്ചധികം പൂവുകളുണ്ട്, പിന്നെ പലതരം ഇലകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്കൊന്ന് പൂക്കളിടാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് പൂവുകളൊക്കെ പറിക്കണം അതിന് മുമ്പ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓണമൊന്നും ആയിട്ടില്ല, എന്നാലും വെറുതെ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളവിടെ സപ്പോർട്ടന്മാരുണ്ട്, നമുക്ക് പൂക്കളൊക്കെ ഒന്ന് പറിക്കാം. അപ്പോൾ നമുക്ക് പൂക്കൾ ഞാൻ പറിക്കണത് ഇതേമാതിരി ഇതുകൊണ്ടാണ് കേട്ടോ. എന്നെ സഹായിക്കാൻ ഇവിടെ ആൾ വന്നിട്ടുണ്ട്. വെട്ടാണ്ട് എടുക്കും. ഇനി ആ വൈറ്റ് പൂവ് പോയി പറിക്കാം. ഞാൻ പോയി പഠിക്കാം. അപ്പോൾ ഇവരിവിടെ വൈറ്റ് പൂവൊക്കെ പറിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരാളെ കൊണ്ട് ഈ ഇലകളൊക്കെ ഈ ഇല ഒന്ന് പറിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കാം കേട്ടോ. ഈ ഇലകളൊക്കെ ഒന്ന് പറിക്കാം. ആ ഇല അല്ല, ഈ ഇല അത് വെട്ട. എന്താ ഇവിടെ ഉണ്ട് കേട്ടോ ഇല. ഇത് നല്ല ഇലയാണ്. തരത്തിലുള്ള ഇലകളുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ കണ്ട നല്ല രസമുള്ള ഇലകൾ, എന്ത് ക്യൂട്ടായിട്ടുള്ള ഇലകളാണ് ഉള്ളത്, കണ്ടില്ലേ? പപ്പടച്ചെടിയാണിത്. പപ്പടച്ചെടി നമുക്ക് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടാകാൻ പറ്റിയതാണ്. വേണം പൊട്ടിച്ചോട്ടോ. നമ്മൾ ഇതാ ഈ ഒരു ഇലയും കൂടി ഒന്ന് പൊട്ടിച്ചേർന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ഇലയാണ് കേട്ടോ ഇത്, നല്ല ക്യൂട്ടായിട്ടുള്ള ഇല. പിന്നെ കുഞ്ഞു കുഞ്ഞു ഇലകൾ ഇവിടെ പലതരത്തിലുള്ള ഉണ്ട്, കണ്ടില്ല? ഒരു ഇല ഇതൊക്കെ എന്ത് രസം അല്ലേ. നമുക്ക് പൂക്കളൊക്കെ വേണം. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് പൂക്കളൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെമ്പരത്തി ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടാൽ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, പക്ഷെ ഇത് ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിത് കുറച്ച് ഇലകളും പൂക്കളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇലയും കൂടിയിട്ടൊന്ന് പറിക്കാം കേട്ടോ, കാണിച്ചു തരാം. ഇതാ ഈ ഇലയാണ് ഞാൻ പറയുന്ന ഇല കേട്ടോ. ഇതാ ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നായിട്ട് തൈ എടുക്കാം. തൈയുടെ ഒരു ചെറിയ പകുതിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ഇലയാണ്, അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഇലയും കൂടി ഒന്ന് എടുക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു പച്ചപ്പൂപ്പൽ മാതിരി എടുത്തത്. അത് നമുക്ക് രണ്ട് ഭാഗമായിട്ട് എടുക്കാം. ഇത് വെട്ടാൻ നല്ല പാടാണ്. പിന്നെ അതൊരു രണ്ട് ഭാഗത്ത് മാത്രം എടുത്തോളൂ കേട്ടതാ. നല്ല ഭംഗിയായിട്ടൊന്ന് കണ്ടോ. അപ്പോൾ അവള് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പൊട്ടിക്കാം കേട്ടോ. അലോടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഇലകളുണ്ട്. ഇത് പൊട്ടിച്ച് ഓക്കെ. ഇത് നമ്മൾ കുറച്ച് മതി പോകാം. അപ്പോൾ കുറച്ച് വിഷയമില്ല. ഓക്കെ. പിന്നെ നമുക്ക് നമ്മളവിടെയുള്ള കുറച്ച് ഇലകളും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. പൂക്കൾ കുറച്ചുള്ളും, പൂക്കളൊക്കെ കായ്ക്കേണ്ട ടൈം ആവണുള്ളൂ ഗൈസ്. ഇലകളാണ് കൂടുതലുള്ളത്. പക്ഷെ ഈ പൂ പറിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ഇത് പറിക്കണ്ട കേട്ടോ ഗൈസ്. ആകെ ഒരു പൂ മാത്രമുള്ളത്, നല്ല ക്യൂട്ടി നിൽക്കുന്നുണ്ട് ഗൈസ്. ഇതെന്ത് പൂവാന്ന് വെച്ചാൽ ഷാമ്പൂവിൻ്റെ പൂവാണ് കേട്ടോ. ശരിക്കും തന്നെ കേട്ടോ. ഇത്രയും പൂവുണ്ട് കേട്ടോ ഇവിടെ. ഇത് എന്താ ഒരു ഐറ്റം, ഇതാണ് നല്ല രസമല്ലേ, നല്ല വൈറ്റും ഇതായിട്ടുള്ളത്. പിന്നെ ഇതാണ്, ഇതൊരു ചെറിയ ഒരു ഇല, നേരിയതായിട്ടുള്ള ഒരു ഇല കേട്ടോ. പിന്നെ ഇതാണ്. ഇതൊന്നും പൂക്കളല്ല ഗൈസ്, ഇതൊക്കെ ഇലയാണ്, പക്ഷെ കണ്ട കറക്റ്റ് പൂക്കള മാതിരി ഉണ്ട്. പിന്നെ ഇത് രണ്ടെണ്ണം ഉള്ളു, പക്ഷെ നല്ല രസമുള്ള ആയിട്ടുള്ള രണ്ട് പൂവാണ് ഇത്, കണ്ടില്ലേ? ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മാതിരി തോന്നുമെങ്കിലും ഇത് ശരിക്കുള്ള പൂക്കളാണ്. പിന്നെന്താ ഇതിൻ്റെ കളർ ചേഞ്ചാണ്, ഇതിൻ്റെ വൈറ്റാണ് ഇത് കേട്ടോ. പിന്നെ ഇതും ഇലയാണ് കേട്ടോ, ഇതൊരു വയലറ്റ് കളറുള്ള ഇലയാണ് കേട്ടോ. പിന്നെ നമ്മളെ ക്രീം ചെമ്പരത്തി. പിന്നെ ഇതിനെ പപ്പടച്ചെടി എന്നാണ് പറയുക. എനിക്കറിയില്ല കേട്ടോ ഇതിനെന്താ പറയുകയെന്ന്. ഇതിനെ പപ്പടച്ചെടി എന്നാണ് പറയുകയെന്ന് പറഞ്ഞു കേട്ടോ അവർ. ഉണ്ടല്ലേ
ഇനി അവർ ഇത്തിക്കണ്ണിൻ്റെ പൂവും കൂടി പറക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളെ സൈഡിൽ അവിടെ ഉണ്ടാവാറുണ്ട് ഇത്തിക്കണ്ണിൻ്റെ പൂവ്. അപ്പം അതൊന്ന് പറക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ഈ ഇലയും കൂടി ഒന്ന് പറിക്കണം, പക്ഷെ അത് കത്രിക അവർ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവൾ വന്നിട്ട് പറിക്കാം കേട്ടോ. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ ഇതുമേൽ റെഡ് ചെമ്പരത്തി ഉണ്ടാവാറുണ്ട്, ഇതുമേൽ പിങ്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതുമേൽ ഇപ്പോൾ കായ്ച്ചിട്ടില്ല. പിന്നെ ഗൈസ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡായിട്ടുള്ള ഈ ഒരു പൂ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് പൂക്കളത്തി ഇട്ടൊക്കെ കാണുമെന്നും കൂടി അറിയില്ല. അത്രയ്ക്ക് ക്യൂട്ടായിട്ട് നല്ല എന്താ പറയുക ലിറ്റിൽ ബേബി പൂവാണ് കേട്ടത്. പിന്നെ അതാ നമുക്ക് ഇത്തിക്കണ്ണിയുടെ പൂവും കൂടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു ഇത്തിക്കണ്ണിയുടെ പൂവും കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കത്രികയായിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് മുറിപ്പിക്കാം കേട്ടോ. അത് ഇതാണ് നമ്മൾ മുറിക്കാൻ പോണത്. അപ്പം കഴിഞ്ഞിട്ട് നമുക്കൊരു പകുതി പൊട്ടിക്കാം. ഓക്കെ, നല്ല പശയുള്ള ചെടിയാണ് ഇത്. ഇതുമ്പോൾ പശ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം കേട്ടോ. പക്ഷെ ഇവരവിടെ നിന്ന് കുറേ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് ആണ് കേട്ടോ. കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷെ ഇതുപോലെ ഒന്നും പൂ കായ്ച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ആകെ 3 എണ്ണത്തുമ്മ മാത്രം കായ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗൈസ് ഞങ്ങൾക്കൊരു ഇല കിട്ടി, പക്ഷെ അത് വാടി നിൽക്കണം. പിന്നെ ഈ ഇല വേണ്ട കേട്ടോ ഗൈസ്. നമുക്കിനി അപ്പോൾ ഗൈസ് നമുക്കൊരു വെറൈറ്റി പൂ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എന്ന് വെച്ചാൽ എന്താ, ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ പൂവ്. പക്ഷേ ഇതെന്താ ഇതാ അധികം മണപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇത് മണപ്പിച്ചവരൊക്കെ മരിച്ചെന്നും പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്കൊന്ന് എന്താ പറയുക, ഞാൻ ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഒന്ന് മണപ്പിച്ചു. പിന്നെ അവനാണെങ്കിൽ ഇതാ തുളസിയുടെ പൂവ് വരെ പറിച്ചു തുടങ്ങിയിരിക്കണം ഗൈസ്. ഇതെന്ത് ഇലയെന്ന് അറിയൂല ഗൈസ്. ഇതിവിടെ പുല്ലുമാതിരി പിടിച്ചിരുന്ന ഇലയാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല. എന്തോ ഒരു ഇലയാണ്, ചീരല്ല കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ണീര് പെടാണ്ട് പോയൊരു ഇല കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒന്ന് പൊട്ടിക്കാട്ടോ. കുറേ ഒന്നും വേണ്ട, കുറച്ച് മതി. ഇതാ ഒരു ഇലയും കൂടി പൊട്ടിച്ചിട്ടുണ്ട്. നീ ഒരു ഇലയും കൂടി പൊട്ടിക്കണം. അവിടുന്ന് പൊട്ടിച്ചോ, അവിടുന്ന് പൊട്ടിച്ചോ. അത് വേണ്ട, അതല്ല, ഇത് മേലെ കട്ടക്ക കുറച്ച് മതിട്ടോ. കുറേ അത് ഞങ്ങൾ പൊട്ടിച്ചു. പിന്നെ വയസ്സ് കണ്ടോ ഇത് കണ്ടിങ്ങള്, ഇത് കഞ്ഞിക്കൂർക്കുണ്ട് വയസ്സ്. കഞ്ഞിക്കൂർക്കാണ്, വെറൈറ്റി കഞ്ഞിക്കൂർക്കാണ് കേട്ടോ. കഞ്ഞിക്കൂർക്കല്ല നിങ്ങളെ നാട്ടിലെന്താ പറയാന്നറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പൂവും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടില്ലേ? പിന്നെ ഇതാ ഈ ഒരു പൂവും, ഇതൊരു ഇലയാണ് കേട്ടോ, വയലറ്റ് കളറുള്ളൊരു ഇല. മറ്റേത് കാണിച്ചത് ഇരുമ്പാമ്പുള്ളിയുടെ പൂവാണ് കേട്ടോ. സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ പൂക്കളിടാൻ വേണ്ടിയിട്ട് ഇവിടെ അടിച്ചു വരാൻ കേട്ടോ. നല്ലോണം മണ്ണുണ്ടെന്നുണ്ട്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, കാരണം ഓണത്തിന് പൂക്കളിടണമല്ലോ. അപ്പോൾ നമ്മളിവിടെ പൂക്കളിടാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. ചൂലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി അങ്ങോട്ട് വെച്ച് ഇത്രയും പൂവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. എത്ര എണ്ണം കിട്ടിയെന്ന് നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഗൈസ്. നോക്കി നല്ല രസമില്ല, വലിയ പൂവാണ്. 20 21 ഗൈസ്. 22 പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പൂ കുറേ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൂവാണ്. മദ്രസയിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ പൊട്ടിക്കുന്ന ഒരു പൂവാണ് കേട്ടോ ഈ ഒരു പൂവ്. സൺഫ്ലവറിൻ്റെ മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം നമ്മൾ ഇത്രയൊക്കെ വരച്ചെടുത്തിട്ടോ. കുഞ്ഞി പൂക്കളാണ് ഉദ്ദേശിക്കണത്. എന്നാലും ഞങ്ങൾക്ക് ബാക്കി ഉണ്ടായാലും വലുതാക്കും, അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പം ഇങ്ങനെ റൗണ്ടി വെച്ചിട്ട് ഈ ഒരു ഇലയിൽ ഞാൻ പൊട്ടിച്ചെടുക്കണം കേട്ടോ പിച്ചണത്. കത്രിക വേണ്ടി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കത്രിക നമുക്ക് നമ്മൾ കത്രിക ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടണത്. അപ്പോൾ ഇവിടെ ടൈലിൻ്റെ പണി നടക്കുന്നത് അതുകൊണ്ടാണ് സൗണ്ട്. ഇതൊക്കെ എന്നിട്ടോ
ഇതൊക്കെ നമ്മൾ പൂവുകളാണ് കേട്ടോ. കുറേ പൂവുകളുണ്ട്. ഞങ്ങള് ഇതുവരെയായിട്ട് ഇങ്ങനെ പൂ പറിച്ചിട്ടില്ല. പൂക്കളിട്ടിട്ടുമില്ല. നമുക്ക് ഇതിങ്ങനെ വെട്ടിയിടാം കേട്ടോ. ഞങ്ങൾക്ക് ഇടാൻ സമയം ഞങ്ങൾക്ക് ഇപ്പം ഈ ഓണം അടുക്കാറായപ്പോഴാണ് ഇത്രയും പൂക്കളെങ്കിലും കിട്ടിയത്. കഴിഞ്ഞ ഓണത്തിനൊന്നും ഇത്ര പൂക്കൾ പോലും ഉണ്ടായിരുന്നില്ല. ഓണല്ലോ, ഓണം വരാൻ പോവാണ്. ഞങ്ങളെന്നാലും അതിന് മുന്നിടണമെന്നുള്ളൂ. നമ്മൾ ഈ ഒരു ഇല ഇത്രയും പറിച്ചെടുത്തു, വെട്ടി. നമുക്ക് ഇങ്ങനെ ഞങ്ങൾ ചില നേരത്തെ എല്ലാവരും കൂടി ഇട്ടു. ഞാൻ ഈ ഒരു ഇല ഇവിടുന്ന് മാറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ടെയിലിൻ്റെ പണിയെടുക്കുന്നുണ്ട്, അതാണ് ആ സൗണ്ട് ഇന്ന്. അപ്പം ഞാനിതിവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ ഇത് ഈ ഒരു ഫ്ലവേഴ്സ് ഇട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ ഫ്ലവേഴ്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അടി ഒരു പൂവാറായി, ഒരു പൂവാറായി, പൂവാറായില്ലേ? കൊതു കിടക്കണേനാണ്. മണിമ്പോണതാ. അതിന്റെ മുകളിൽ വെച്ച ഭംഗി ഉണ്ടാവില്ല. കുറച്ച് ബുക്ക് ബ്ലാക്കി ഞാൻ വീട്ടിൽ കൊണ്ടേക്കൊണ്ട്. അല്ല നമുക്ക് എന്താ ഇന്ന് നമ്മൾ ഈ ഒരു പൂവാണ് കേട്ടോ ഇടണത്. ഈ ഒരു പൂവ് ഇത് ബാക്കി വന്ന പൂക്കളാണ്. ഞാനെന്താ കട്ടത്തിന്റെ അപ്പോൾ നമ്മൾ ഇങ്ങനെ പറിച്ചിട്ട് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ചെയ്യാൻ കേട്ടോ. പിന്നെ ഗൈസ് ഞങ്ങൾ എടുത്തത് ഈ ഒരു പൂവാണ്. ഏകദേശത്തിന് പൂക്കൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് റെഡി ആക്കിയെടുക്കണം. ഇതെന്തായാലും നല്ലോണം ടൈം പിടിക്കും കേട്ടോ. ഞങ്ങൾ ഓക്കെ. അപ്പം പിന്നെ എടുത്തത് ഞങ്ങൾ ഈ ഒരു പൂവാണ്. ഈ ഒരു പൂ കേട്ടോ ഗൈസ്. അതാണ് ഇവിടെ അരിഞ്ഞിട്ട് കൊടുക്കാൻ പോണത്. അങ്ങനെ ഗൈസ് നമ്മൾ ഇത് ഇങ്ങനെ അതിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പറിക്കാം. അടുത്ത് ഞാൻ ഈ ഒരു പൂവാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പൂവാണ് കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഏകദേശത്തിന് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ശ്രമിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടോ. പൂവൊക്കെ പൊട്ടിക്കാൻ പോയത് ഞാൻ പൊട്ടിച്ച് വരുമ്പോഴേക്ക് നല്ല കഥക്കളി ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടീനെ വരെ വെട്ടിച്ചിട്ടാണ് ഈ വരുന്നത്. അങ്ങനെ ഗൈസ് ഇത്ര ആയിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഇടണം. നമുക്ക് ഇടാം. അപ്പം അതിനായിട്ട് ഞങ്ങൾ എടുക്കണ പപ്പടച്ചെടിയാണ് കേട്ടോ. അത് ജയിക്കണത് പപ്പടച്ചെടി ഇങ്ങനെ വെക്കിയിരുന്നതാണ്. വേണോ? വേണ്ട. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഈ ഒരു പിച്ചിടാന്ന് ചോദിച്ചാൽ നമുക്കത് പിച്ചിടാം. അങ്ങനെ ഗായ്സ് നമ്മളിതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഏകദേശത്തിന് കഴിയാനുണ്ട്. ഏകദേശത്തിന് കഴിയാനുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഈ ഒരു പൂ എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ഫ്ലവേഴ്സ് ആണ് കേട്ടോ. കണ്ട ഇനി നമുക്കൊരു പൂവും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു പൂവുണ്ട്. കുറേ പൂവുകളുണ്ട് കേട്ടോ. ഏതാ ഈ ഒരു പൂവ് കുറേ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ നമുക്ക് ഗൈസ് കണ്ടില്ലേ ഞങ്ങളെ പൂക്കളം ഫൈനൽ ലുക്ക് കണ്ടോ ഗൈസ്. എല്ലാം അടിപൊളിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എന്നാലും കുറേ ബാക്കി വന്നിട്ടോ പൂവ് കണ്ടോ. ഞങ്ങളതിൽ ഫ്ലവേഴ്സ് കുറവും ലീവ്സ് കൂടുതലായിരുന്നു കേട്ടോ. എന്നാലും ഫ്ലവേഴ്സ് കൂടിയുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ പച്ചപ്പ് ഇടാം. പച്ചപ്പുല്ല് നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം. ലാവൻഡർ ഒന്നും കാണാനും കൂടിയും കിട്ടണില്ല കേട്ടോ. കണ്ടിട്ട് കണ്ണിലും കൂടി പെടാത്ത രീതിയിലാണ്. ഞങ്ങൾക്ക് സ്പീഡിൽ ചെയ്യണ ആ ടൈമായി പോയി. എന്താണ് ഞങ്ങളെ ഫൈനൽ. ഇതിന് ചുറ്റിനും നമുക്കൊന്ന് അടിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു ഭംഗിയുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് ചുറ്റിനും അടിക്കാം. അപ്പം നമുക്ക് ചുറ്റിനും അടിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. അതൊന്നുമില്ല കേട്ടോ. ഇവിടെ ടെയിലിൻ്റെ പണി നടക്കണോണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ കാലും കണ്ണത് ശ്രദ്ധിക്കണ്ട കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു.